വാഴ്ത്തപ്പെട്ട കാർലോ അക്വിറ്റീസിന്റെ തിരുശേഷിപ്പ് അർജന്റീനയിലെ ദേവാലയത്തിൽ നിന്നും മോഷ്ടിക്കപ്പെട്ടു. ജൂലൈ 25 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് സംഭവം നടന്നത്. ഈ വിവരം ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇടവക വികാരി അറിയിക്കുന്നത്. അർജന്റീനയിലെ പരാന അതിരൂപതയിലെ സാന്റോ ഡൊമിംഗോ സാവിയോ ഇടവകയിൽ നിന്നാണ് തിരുശേഷിപ്പ് മോഷ്ടിക്കപ്പെട്ടത്. ദേവാലയം സന്ദർശിച്ച ദമ്പതികളാണ് ഈ മോഷണത്തിന് ഉത്തരവാദികൾ എന്നതാണ് പ്രാഥമിക സൂചന. 2021 പ്രതിഷ്ഠിച്ച തിരുശേഷിപ്പടങ്ങിയ പെട്ടി ദമ്പതികൾ പള്ളിയിൽ പ്രവേശിച്ച് എടുത്തുകൊണ്ടു പോകുന്നതാണ് CCTV ദൃശ്യങ്ങളിലുള്ളത്. ദേവാലയം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് വിഷയം അന്വേഷിക്കുകയാണ്. മോഷണത്തിന് ഉത്തരവാദികളായവരെ തിരിച്ചറിയാൻ ക്യാമറ ദൃശ്യങ്ങൾ വിശകലനം ചെയ്തു വരികയാണ് എന്നാണ് പോലീസ് അറിയിക്കുന്നത്. വാഴ്ത്തപ്പെട്ട കാർലോ അക്വിറ്റീസിനെ സെപ്റ്റംബർ 7 ലിയോ 14 മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നത്. ജപമാലയും കീബോർഡും ആത്മീയ പ്രചാരണത്തിൽ സംയോജിപ്പിച്ച കൗമാരക്കാരനായിരുന്നു കാർലോ അക്വിറ്റീസ്. 2006 തന്റെ 15-ാം വയസ്സിൽ രക്താർബുദം ബാധിച്ചാണ് കാർലോ അക്വിറ്റീസ് മരണപ്പെട്ടത്. വിശുദ്ധ പദവിയിലേക്കുള്ള ആദ്യ ചുവടുവയ്പായി 2020 കാർലോ അക്വിറ്റീസിനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചിരുന്നു. പാൻക്രിയാസിനെ ബാധിക്കുന്ന രോഗമുള്ള ഒരു ബ്രസീലിയൻ കുട്ടിയെ സുഖപ്പെടുത്തിയ ആദ്യത്തെ അത്ഭുതത്തിന് ശേഷമാണ് ഈ പ്രഖ്യാപനമുണ്ടായത്. കാർലോയുടെ മധ്യസ്ഥതയിൽ കോസ്റ്റോറിക്കയിൽ നിന്നുള്ള കൗമാരക്കാരി ഫ്ലോറൻസിൽ വിദ്യാർത്ഥിനിയായിരുന്ന വലേറിയയ്ക്ക് അപകടത്തെ തുടർന്നുണ്ടായ ഗുരുതരാവസ്ഥയിൽ നിന്ന് സൗഖ്യം ലഭിച്ചത് 2ാമത്തെ അത്ഭുതമായി സമിതി അംഗീകരിച്ചിരുന്നു. ഇതോടെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് കാർലോ അക്വിറ്റീസിനെ ഉയർത്തുന്നതിന് ഫ്രാൻസിസ് മാർപ്പാപ്പ അംഗീകാരം നൽകുകയായിരുന്നു.